ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നടികർ, നമ്മുടെ ടൊവിനോ തോമസ് നായനായിട്ടുള്ള പുതിയ ചിത്രമാണ് നടികർ. ഈ ചിത്രം ഇന്ന് പോയി കണ്ടു. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ലാൽ ജൂനിയർ ആണ്. നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസും പിന്നെ അതിനുശേഷം സുനാമി എന്ന് പറഞ്ഞ ചിത്രം കൂടെ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ചെയ്യുന്ന ചിത്രമാണിത്. അതുപോലെ ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് സുവിനെസും സോമശേഖർ എന്നീ രണ്ട് പേരാണ് ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഇതിൽ ടൊവിനോ തോമസ്, കൂടാതെ തന്നെ ഭാവന, ബാലു വർഗീസ്, അങ്ങനെ കുറച്ച് സൗബിൻ ഷാഹിർ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാർ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തെക്കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് ഈ ചിത്രത്തെക്കുറിച്ച് വളരെ നിരാശയായിട്ടുള്ളൊരു അഭിപ്രായമാണ് പറയാനുള്ളത്. ഈ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഒക്കെ ഇറങ്ങിയ ഒരുപാട് പടങ്ങൾ ഇപ്പം നല്ല രീതിയിൽ ഭയങ്കര രീതിയിൽ ഹിറ്റായി. നമ്മുടെ ഇന്ത്യ മുഴുവനും അറിയപ്പെടുന്ന 2-3 പടങ്ങളൊക്കെ ഉണ്ടായി. അപ്പം ഇത്രയൊക്കെ കിട്ടിയ സ്ഥിതിക്ക് മലയാള സിനിമയ്ക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി ഒരു സിനിമ എന്തായാലും ഫ്ലോപ്പ് ആവണമല്ലോ, ഒരു അളിഞ്ഞ ഒരു സിനിമ എടുക്കണമല്ലോ. അങ്ങനൊരു സിനിമയായിട്ടാണ് എനിക്ക് ഈ സിനിമ തോന്നിയത്. പ്രത്യേകിച്ച് എന്താ പറയുക, ഈ സിനിമ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി, എന്ത് സിനിമ, എന്തോ ഇത്, എന്തിന് ഈ സിനിമ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നും. പിന്നെ നമുക്കൊരു ആശ്വസിക്കാൻ പറ്റിയ ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ചൂട് സമയത്ത് ഒരു 150 രൂപ മുടക്കി ആയാലും ഒരു 2.5 മണിക്കൂർ നമുക്ക് അവിടെ പോയി AC-യിൽ കുറച്ച് ഈ സിനിമ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഉറക്കത്തിൻ്റെ ഒരു മൂഡും ഒക്കെ ആയിട്ട് ഇങ്ങനെ സുഖിച്ചിരിക്കാം. സിനിമയൊന്നും ശ്രദ്ധിക്കാനേ പറ്റത്തില്ല. നമുക്ക് അപ്പോഴത്തേക്ക് ചിലപ്പം ഉറങ്ങിയൊക്കെ താഴെ വീണ് പോകും. അങ്ങനെ സുഖിച്ചിരിക്കാൻ പറ്റാം AC-യിൽ. അങ്ങനെയുള്ളവർക്ക് ഈ സിനിമ പോയി കാണാനാണ് എൻ്റെ അഭിപ്രായം. ചൂടൊക്കെ സഹിച്ച് ബുദ്ധിമുട്ടുവാണെങ്കിൽ 150 രൂപ കളയാൻ ആർക്കെങ്കിലും പറ്റുവാണെങ്കിൽ ഈ സിനിമ പോയി കണ്ട് നമുക്ക് അത്യാവശ്യം ഒരു നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് ഈ സിനിമ എൻജോയ് ചെയ്ത് വരാൻ പറ്റും. ഈ സിനിമയെക്കുറിച്ച് എന്താ പറയുക, ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഈ സിനിമ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൂപ്പർ സ്റ്റാറിനെ അഭിനയം പഠിപ്പിക്കുന്നതും ആ സൂപ്പർ സ്റ്റാർ ഒരു നന്മയോടെയായി മാറുന്നതുമാണ് സിനിമ. അത് പക്ഷേ നമ്മളെ അത്യാവശ്യം നല്ല രീതിയിൽ വെറുപ്പിച്ചിട്ടാണ് ഈ സിനിമ മൊത്തവും ഇങ്ങനെ കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഒന്നും നല്ലതൊന്നും പറയാൻ പ്രത്യേകിച്ചില്ല. ഇതിൽ നല്ലതെന്ന് പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ടൊവിനോ തോമസ് അത്യാവശ്യം വലിയ വെറുപ്പിക്കാതെ ചെയ്തതെന്ന് പറയാം. അത് കുറച്ച് ഓവർ ആണെങ്കിൽ പോലും സിനിമ മൊത്തം ഓവറായതുകൊണ്ട് ടൊവിനോ തോമസ് ഇച്ചിരി ഓവറായ പോലും വലിയ വെറുപ്പിച്ചിട്ടില്ലെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ബാക്കിയുള്ളവരെല്ലാവരും ഭാവനയൊക്കെ എന്തിനാണ്, ഭാവനയുടെയൊക്കെ ഒരു ആവശ്യമില്ല ഈ സിനിമയിൽ. ചുമ്മാ ഭാവന ഒരു നായികയാന്ന് പറയാനും പറ്റത്തില്ല, ഇത് ചുമ്മാ ഒരു. പിന്നെ സുരേഷ് കൃഷ്ണ അത്യാവശ്യം നല്ലൊരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാലു വർഗീസും ഉണ്ട്. സൗബിനൊക്കെ ഇച്ചിരി വെറുപ്പിന്. ഇത് സിനിമ മൊത്തം ഒരു ഓവർ ആയതുകൊണ്ട് നമുക്ക് ഇതിന് പ്രത്യേകിച്ച് ഒരു ക്യാരക്ടറിനെ നമുക്ക് എടുത്തെടുത്ത് ഇന്ന് നല്ല അഭിനയം എന്ന് പറയാൻ പറ്റില്ല. കാരണം സിനിമ അതുപോലെ വെറുപ്പിച്ചിട്ടാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നിയത്. നല്ല രീതിയിൽ വെറുപ്പിച്ചിട്ടാണ് പടം പോകുന്നത്. ഒരു 2.5 മണിക്കൂറില്ല സിനിമ. 2.5 മണിക്കൂർ നമ്മളവിടെ ഇരുന്നാലും നമുക്കൊരു 5 മണിക്കൂർ ഈ സിനിമയ്ക്കുള്ളിൽ നിന്നായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും മലയാള സിനിമയുടെ ഒരു സുവർണ്ണ കാലഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കാൻ നമുക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി ഒരു പടം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാവരും പോയി കാണുക. പോയി കാണേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ചൂടൊക്കെ സഹിക്കാൻ പറ്റാത്തവർ 50 കൊടുത്തിട്ട് നമുക്കൊരു 2 മണിക്കൂർ 2.5 മണിക്കൂർ AC ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് 2.5 മണിക്കൂർ 5 മണിക്കൂർ AC-ലിരിക്കുന്ന ഒരു ഫീലും കിട്ടും. നമുക്ക് പ്രത്യേകിച്ച് ഒരു സുഖത്തോടു കൂടി ഇറങ്ങി. കാരണം AC ഒക്കെ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യും AC. പിന്നെ ആൾക്കാർ ഒരുപാട് ഇങ്ങനെ കുറേ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അതൊന്നും നമ്മൾ കാര്യം വെക്കണ്ട. കുറേ പേര് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും, ചിലവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും കേൾക്കാതെ നമ്മളൊന്ന് ആ സിനിമ കണ്ട് നൈസായിട്ട് ഉറങ്ങി ഒരു 2.5 മണിക്കൂർ സുഖമായിട്ട് എഴുന്നേറ്റ് പോരാൻ പറ്റുന്ന ഒരു പടം. ഇതിൽ കൂടുതൽ എനിക്ക് ഈ പടത്തെ കുറിച്ച് നല്ലത് പറയാനായിട്ടില്ല. വളരെ പ്രതീക്ഷയോടെ ഒരു ടൊവിനോ തോമസ് അല്ലെങ്കിൽ ലാൽ ജൂനിയറിൻ്റെ ഒരു പടം എന്ന രീതിയിൽ തന്നെ അതിൻ്റെ ട്രെയിലറും ഒക്കെ കണ്ടിട്ട് നല്ല രസമായിട്ട് പോയി കണ്ട ഒരു പടമാണ്. ഭയങ്കര ഹൈപ്പൊന്നും ഈ പടത്തിൽ കൊടുത്തില്ലെങ്കിൽ പോലും നമുക്ക് ആ ട്രെയിലറും ഒക്കെ കണ്ടപ്പോൾ അത്യാവശ്യം ഒരു തല്ലുമാലയ്ക്ക് ശേഷം ടൊവിനോയുടെ ആ ഒരു സ്റ്റൈൽ ലുക്ക് ഒരു സിനിമയാണെന്ന് വിചാരിച്ചാൽ പോയത്. പക്ഷേ ഭയങ്കര നിരാശയായിരുന്നു. ഒരു സൂപ്പർ സ്റ്റാർ അഭിനയം പഠിക്കാൻ പോകുന്നതും ഒരു നന്മയൊളിയായി മാറുന്നതുമായിട്ടുള്ളൊരു കഥ പ്രേക്ഷകൻ്റെ മനസ്സിൽ നല്ല നിരാശയാണ് ഈ സിനിമ സമ്മാനിച്ചത്.